ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ലോകരക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവരെ ഏറെ ഇഷ്ടപ്പെടുന്ന ദാസരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ദൗത്യത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും അല്ലാഹു വിവേചനം കാണിച്ചിട്ടില്ല. എന്നാൽ ആരാധനകളുടെ രൂപത്തിലും നിർബന്ധങ്ങളുടെ കാര്യത്തിലും ഇസ്ലാം സ്ത്രീകളോട് വലിയ കാരുണ്യം കാണിക്കുകയും അവർക്ക് ഇളവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പള്ളിയിലെ ജുമുഅ ജമാഅത്തുകൾ എന്ന് പറയുന്നത്. നാട്ടിൽ പല രീതിയിലുമുള്ള ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ കർമാനുഷ്ഠാന രംഗത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരാധനാ വിഷയത്തിൽ പോലും അതുണ്ട്. ഭിന്നതയുടെ വിഷയത്തിൽ പ്രദേശത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പള്ളിയിൽ പോകാമോ എന്ന വിഷയത്തിൽ ഒരു വിഭാഗം പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് എന്നുള്ളത്. മറുവിഭാഗം പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ അനുവദനീയം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്താൽ മടങ്ങേണ്ടത് പ്രമാണങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളായ ആളുകൾ, അതീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ അതീഉർ റസൂൽ, അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകുകയാണ് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ ഭിന്നതകളിൽ തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾ അല്ലാഹുവിലേക്ക്
അള്ളാഹുവിലേക്കും റസൂലിലേക്കും അത് മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ, ദാലിക ഖൈറു വഅഹ്സനു തഅ്വീല, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. നോക്കൂ നിങ്ങളെ, നമ്മുടെ നാട്ടിൽ ഈ അടുത്തുണ്ടായ പൊന്തി വന്ന വലിയൊരു വിവാദമാണത്. ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി നൽകുന്ന മറുപടി, കൃത്യമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മറുപടിക്കിടയിൽ ഉടലെടുക്കപ്പെട്ട വലിയൊരു വിവാദം. ഇവിടെ ഈ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ജമാഅത്തുകളിൽ പള്ളിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ നേരിട്ട് പരാമർശങ്ങളൊന്നുമില്ല. നേരിട്ട് പരാമർശങ്ങളൊന്നും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മുൻ സമുദായങ്ങളിൽ സ്ത്രീകൾ ആരാധനക്കായി പള്ളികൾ എത്തിയിരുന്നതായുള്ള വ്യക്തമായ ചില പരാമർശങ്ങൾ കാണാൻ കഴിയും. നമുക്കറിയാം, സൂറത്ത് ആലി ഇംറാനിൽ യാ മറിയം ഖുനുതി ലിറബ്ബിക വസ്ജുദി വർകഇ മഅർ റാഖഈൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, മറിയമേ, നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മഅർ റാഖഈൻ എന്ന പ്രയോഗം നീ റുക്കൂ ചെയ്യുക എന്ന് മാത്രം പറയാതെ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം എന്നാണ് അല്ലാഹു പറഞ്ഞത്. നോക്കൂ നിങ്ങളെ, സ്ത്രീകൾക്ക് ജമാഅത്ത് നമസ്കാരം നിഷിദ്ധമായിരുന്നെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് മറ്റുള്ളവരോടൊപ്പം നമസ്കരിക്കാൻ പറയുമായിരുന്നില്ല. കൃത്യമായ വ്യക്തമായ ഒരു കാര്യമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രഖ്യാപിക്കുന്നതും കൽപ്പിക്കുന്നതും. ഇനി വീടുകളിൽ ഒതുങ്ങിക്കൂടാനല്ല, മറിച്ച് പള്ളികളിലെ ആരാധനാ സമൂഹത്തിന്റെ ഭാഗമാകാനാണ് മറിയമിനോട് പോലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് പുത്തൻ ആചാരമല്ല, മറിച്ച് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും സച്ചരിതരുടെയും കാലം മുതലുള്ള പതിവായ ഒരു കാര്യമാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. മറിയം ബീവിയോട്, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, നീ സുജൂദ് ചെയ്യുന്ന, നീ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നീ റുക്കൂ ചെയ്ത് കൊള്ളുക എന്നുള്ളതാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് അങ്ങനെ ഒരു കൽപ്പന കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ കൃത്യമായും അല്ലാഹു അതാണ് കൽപ്പിക്കുന്നത്. ഹദീസുകളിൽ അല്ലാഹുവിന്റെ പള്ളികളിൽ നമസ്കരിക്കാനായി നിങ്ങളുടെ ദാസികളായ, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത്. വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, എന്നാൽ അവരുടെ വീടുകൾ അവർക്ക് കൂടുതലായി നല്ലതാകുന്നു എന്ന് ഹദീസിൽ കാണുവാൻ കഴിയും. അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകണമെന്നാണ്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ നിങ്ങളുടെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകുക എന്ന റസൂൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങളെ, വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ, വളരെ ക്ലിയർ ആയിക്കൊണ്ട്, വ്യക്തമായിക്കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അവർ അനുവാദം ചോദിച്ചു വന്നാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. അത് കൃത്യമായ ഹദീസുകളിലുള്ള സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്നു ഉമറും അദ്ദേഹത്തിന്റെ മകൻ ബിലാലും തമ്മിലുള്ള സംഭവം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനായ ബിലാലിനോട് പറയാണ്, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ഇത് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ അവരെ തടയുക തന്നെ ചെയ്യും, ഞാൻ അവരെ തടയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി പറയാണ്, ഞാൻ അവരെ തടയുമെന്ന്. ഇബ്നു ഉമർ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ നീ കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല, അവർക്ക് അനുവാദം നൽകുക തന്നെ വേണം എന്ന് തിരിച്ച് വളരെ അരിശത്തോടെയും ദേഷ്യത്തോടെയും ഗൗരവത്തോടു കൂടിയും തന്റെ മകനെ പ്രവാചകൻ പറഞ്ഞതിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട്
സംസാരിക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്ന ആരും, ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ആരെങ്കിലും പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട്, നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് പോകാൻ അനുവാദമായി വന്നാൽ തടയുകയില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വേറെയും ഒരുപാട് ചരിത്രങ്ങൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളെ പുരുഷന്മാരെ സുജൂദിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം മാത്രമേ നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അന്നത്തെ ഒരു കാലഘട്ടം അതായതുകൊണ്ട് തന്നെ, വളരെ പ്രയാസത്തിലുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നിങ്ങൾ പുരുഷന്മാർ സുജൂദിൽ നിന്ന് നീക്കുന്നത് വരെ സ്ത്രീകൾ സുജൂദിൽ കിടക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കൃത്യമായ തെളിവുകളാണ്. ഇതൊക്കെ പ്രവാചകന്റെ കാലത്ത് നടന്ന ചില പള്ളിയിൽ ഉള്ള സ്ത്രീകളോട് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ സ്വഹീഹാണ്, ലൈഫൊന്നുമല്ല. നിങ്ങൾ എത്ര കൃത്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാണ്. ചില ഇളവുകളുണ്ട്, വനിതകൾക്ക് സ്ത്രീകൾക്ക് ചില അളവുകൾ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാം കൊണ്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു താഴെ തട്ടിലുള്ള ഒരു ജീവിതമാണ് സ്ത്രീകൾക്ക് വേണ്ടത് എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ എടുത്ത് എണ്ണി നോക്കിയാൽ ഓരോ കാര്യത്തിലും ആ അവകാശങ്ങൾ കൃത്യമായിക്കൊണ്ട് തന്നെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായിക്കൊണ്ട് പറയണം. ഇതിനെല്ലാം തുരങ്കം വെക്കുന്ന ചില ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രവാചക കാലത്തെ പ്രായോഗികമായ ചില തെളിവുകൾ കൂടി പറയുന്നുണ്ട്. സുബഹി നമസ്കാരത്തിൽ പോലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ആയിഷ ബീവി പറയാണ്. ഇന്ന നിസാഅൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്റി മുതലഫിആത്തി മുറൂതിഹിന്ന. അവർ പറയാണ്, വിശ്വാസികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവർ അവരുടെ മൂടുപടങ്ങൾ മുറൂത്ത് മൂടിക്കൊണ്ട് വരികയും നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരികെ പോകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ഇരുണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ ആരും അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത്. കാരണം പുലർച്ചെയുള്ളതാണ് ഫജ്ർ നമസ്കാരം എന്ന് പറയുന്നത്. സുബഹിക്ക് പോലും നമ്മുടെ നാട്ടിൽ പോലും ഇല്ലാത്തൊരു സമ്പ്രദായം, കുറവാണ്. സുബഹി ജമാഅത്തിന് പോലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിന്നുള്ള കൃത്യമായ തെളിവുകളാണ്, പ്രായോഗികമായ തെളിവുകൾ. നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്താൻ ഒരു പ്രയാസവുമില്ലാത്ത കാര്യങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നതാണ്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം, രാത്രികളിൽ നമസ്കാരത്തിനായി സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പുറപ്പെടാം എന്നതിനും രാത്രിയേക്കാൾ സുരക്ഷിതമായത് പകൽ സമയങ്ങളിൽ ആവാം എന്നും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും വെറുതെ കാലയും കീലയും നാട്ടിലെ ഏടിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊന്നുമല്ല, നാട്ടിലെ ദീനല്ല, ഇത് ഏട്ടിലെ ദീന, ഇത് പ്രമാണമാണ്. ആ പ്രമാണം അനുസരിച്ചു കൊണ്ടാണ് ഇസ്ലാം ഓരോ കാര്യത്തിലും വിധി പറഞ്ഞിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും. അത് അതേപോലെയാണ് സ്വഹാബത്ത് പറയുന്നത്, അത് അതേപോലെ തന്നെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റിപ്പോർട്ട് ചെയ്യുന്നത്, അത് അതേപോലെ തന്നെയാണ് നമ്മളും പാലിക്കേണ്ടത് എന്നുള്ളതാണ്. വേറൊരു തെളിവ് പറയുന്നത്, കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ സുദീർഘമായ ഖുർആൻ പാരായണ നമസ്കാരത്തിൽ ചുരുക്കാറുണ്ടായിരുന്നു. റസൂൽ പറയണേ, ഞാൻ നിസ്കാരത്തിൽ സുദീർഘമായി ഓതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങുക. പക്ഷേ ചില കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവരുടെ ഉമ്മമാരുടെ വിഷമം മനസ്സിലാക്കി ഞാൻ നമസ്കാരം ചുരുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രവാചകൻ പറയുന്നത്. നോക്കൂ, എത്ര കൃത്യമാണ്, എത്ര കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ടും ഇതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേ ആളുകൾക്കിടയിൽ വഷളാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. സുന്നത്ത് നമസ്കാരം വരെ പള്ളിയിൽ നമസ്കരിക്കുന്നു. നോക്കൂ നിങ്ങളെ, രണ്ട് തൂണുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നൊരു ദിവസം രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പ്രവാചകൻ ആ കയർ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, ഇതെന്താണ് സംഭവം? അപ്പൊ അവിടുന്ന് സ്വഹാബാക്കൾ മറുപടി പറഞ്ഞത്, ഇത് സൈനബിന്റെ കയറാണ്. അവൾ നമസ്കരിക്കുമ്പോൾ ക്ഷീണം തോന്നിയാൽ ആ കയറിങ്ങനെ പിടിച്ചു നിൽക്കും. ആ ക്ഷീണം കഴിയുന്നത്, പ്രയാസം നീങ്ങുന്നത് വരെ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് ആണ് ഒരു കയറ് തൂക്കിയിട്ടുള്ളത് എന്ന് റസൂൽ പറയും. നിങ്ങളത് അഴിച്ചു കളയാം, അത് അഴിച്ചു കളയണം. കാരണം നിങ്ങളിൽ ആരും ഉത്സാഹത്തോടുള്ളപ്പോൾ നിസ്കരിക്കുക, അല്ലാത്ത സമയം ക്ഷീണം തോന്നിയാൽ നിങ്ങൾ ഇരുന്നോളൂ എന്ന് പ്രവാചകൻ പറയാണ്.
സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്, അതും പള്ളിയിലാണ്. ഇനി അവർക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു ഹദീസ് പിടിച്ചു വരുന്നുണ്ട്. ഏറ്റവും ഉത്തമമായത് വീടാണ് എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് അവർക്ക് വീടാണ് ഉത്തമം, അതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിയട്ടെ. ഈ കാലഘട്ടം മോശമല്ലേ, ഈ മോശം കാലഘട്ടത്തിൽ പുറത്തിറങ്ങി പള്ളിയിൽ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെയും കൃത്യമായി പറയുന്നത് ഈ ഹദീസ് വെച്ച് പള്ളി വിലക്കാറുണ്ട് പല ആളുകളും, പല പൗരോഹിത്യക്കാരും. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ചില ന്യൂനതകൾ ഈ ഹദീസിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചില ന്യൂനതകളൊക്കെ ഇതിനുണ്ട് എന്നുള്ളത്. എന്നിരുന്നാലും സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്ത് പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല, വാജിബല്ല. എന്നാൽ അവർക്ക് സൗകര്യപ്രദം വീടാണ് എന്നതേ അതിന് ഉദ്ദേശമുള്ളൂ. ഉത്തമം എന്ന് പറഞ്ഞാൽ, അഫ്ളൽ എന്ന് പറഞ്ഞാൽ അത് ഉത്തമം എന്നുള്ളതാണ്. ജായിസ് എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ഉത്തമം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്നതിന്റെ അർത്ഥം സുന്നത്ത് നമസ്കാരം പള്ളികളിൽ വെച്ച് നിർവഹിക്കേണ്ട എന്നാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ നമ്മൾ സുന്നത്ത് നമസ്കരിക്കാറില്ല. പള്ളിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിൽ നിസ്കരിച്ച് വരാറുണ്ടോ? ചുരുക്കം ആളുകളാണ്. പക്ഷേ അധികം ആളുകളും പള്ളിയിൽ കയറിക്കൊണ്ട് പള്ളിയിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പള്ളിയിൽ നമ്മൾ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരേണ്ടതില്ല എന്നോ പള്ളിയിൽ നമസ്കരിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് ആ ഹദീസിന്റെ ഭാഗം തന്നെ അവരെ നിങ്ങൾ തടയരുത്, അതാദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരെ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിട്ടയക്കണം, പറഞ്ഞയക്കണം എന്നാണ്. ആ ഒരു അവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഹിജാബിന്റെ ആയത്തിന് ശേഷം വിലക്കി എന്നുള്ളതാണ്. ഹിജാബിന്റെ ആയത്ത് സൂറത്ത് അഹ്സാബിലെ 53 ആയത്ത് അത് അവതരിച്ച ശേഷം സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് നിർത്തലാക്കി എന്ന വാദമുണ്ട്. ശരിയല്ല. ഈ ആയത്ത് ഇറങ്ങുന്നത് ഹിജറ 3-ലോ 5-ലോ ഒക്കെയാണ്. ഇമാം ഇബ്നു ഹജർ വ്യക്തമാക്കുന്നുണ്ട്, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബിയുടെ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷവും പള്ളിയിലേക്ക് പോയിരുന്നു എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആസിക റളിയല്ലാഹു അൻഹ സുബ്ഹി ഇശാ നമസ്കാരങ്ങൾ പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നു. അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന്റെ കുത്തേറ്റ് ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നമായ ആ ഒരു വേദനയിൽ പോലും ആ പള്ളിയിൽ ആ സുബ്ഹി ജമാഅത്ത് നമസ്കാരത്തിൽ ആസിക റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇഅ്തികാഫ് വരെ സ്ത്രീകൾ അവർ ഇരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവർ ഒറ്റക്കായിട്ടും വന്ന് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 100-ലധികം ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം എന്നതിന് തെളിവായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രമാണങ്ങളെക്കാൾ കൂടുതലായി പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന ഒരു ഖൗമായി ഈ സമൂഹം മാറുന്നത്? അന്ധമായ മദ്ഹബി തഖ്ലീദാണ്. പ്രമാണങ്ങളല്ല, ഖുർആനും സുന്നത്തും എന്താണ് പറയുന്നത് എന്നല്ല, മറിച്ച് പ്രവാചകനേക്കാൾ വലുതായിക്കൊണ്ട് പണ്ഡിതന്മാരെ മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാർ എന്ത് പറയുന്നോ അത് തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കുന്ന ചില ആളുകൾ. അതിന്റെ പേരിൽ ആരെയും ഏതൊക്കെ തരത്തിൽ ആക്ഷേപിക്കാൻ കഴിയുന്നോ ആ തരത്തിലെല്ലാം ആക്ഷേപിക്കുക. ആ രീതിയിലേക്ക് നമ്മുടെ ഒരു വിഭാഗം ആളുകൾ പോകുന്നു എന്നുള്ളത് ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എത്ര ഗുരുതരമായ ഒരു തെറ്റിലേക്കാണ് പൗരോഹിത്യം ഈ ഉമ്മത്തിനെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഉംറക്ക് പോകുമ്പോഴടക്കം സ്ത്രീകളെ ഹറമുകളിലെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിലക്കുന്ന പണ്ഡിത വേഷധാരികളുണ്ട്. എന്നാൽ ഏതെങ്കിലും മഖബറകളിലേക്കോ ജാറങ്ങളിലേക്കോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കോ പച്ച വിരിക്കാനോ ടവ്വല് പൊത്താനോ അല്ലെങ്കിൽ മുത്തി വണക്കാനോ യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളോ വിലക്കുകളോ അവർക്ക് ബാധകമില്ല. നേർച്ച പരിപാടികളാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏത് ബിദ്അത്തുകളാകട്ടെ ശിർക്കിന്റെ കോട്ടയിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുന്നതോ അവിടെ വന്ന് നമസ്കരിക്കുന്നതോ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നതോ
വലിയ തെറ്റാണ്. പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ ഈ പൗരോഹിത്യം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൃത്യമായും കണിശമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് പണ്ട് പൗരോഹിത്യമായ ക്രിസ്തീയ സമൂഹം പറഞ്ഞ പോലെ ഒരു മെഷീനല്ല, അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കാനുള്ള മെഷീനല്ല സ്ത്രീ. കവികൾ പാടിയതുപോലെയുള്ള പ്രപഞ്ചത്തിലെ ലയമോ താളമോ ഒന്നുമല്ല സ്ത്രീ. അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തുല്യമല്ല. ചില ദുർബലതകൾ സ്ത്രീ കണ്ട് അത് അംഗീകരിച്ച് കൊടുത്തിട്ട് തന്നെയാണ് ഇസ്ലാം അത് കൃത്യമായി പറയുകയും അവൾക്കുള്ള അവകാശത്തെ കൃത്യമായി എണ്ണുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. വെറുതെ പ്രമാണങ്ങളിലൂടെ വരുന്ന പഠനത്തെ ആസ്പദമാക്കി പറയുന്ന വാക്കുകളെ പിന്തിരപ്പനമെന്നും അറിവില്ലാത്തതെന്നും പറഞ്ഞ് തള്ളുന്നതിന് പകരം പ്രമാണങ്ങളിലേക്ക് മടങ്ങി പ്രമാണങ്ങൾ പഠിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് തയ്യാറാക്കിയെടുക്കണം ഈ പൗരോഹിത്യവും ആ സമൂഹവും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ ദീനിനെ മനസ്സിലാക്കി ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിലേക്ക് വരുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില നിബന്ധനകൾ. ഒന്ന്, സുഗന്ധം പൂശാൻ പാടില്ല എന്നുള്ളതാണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ ഇസ്ലാമിക വേഷധാരണം, ഇസ്ലാമികമായ വസ്ത്രമായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ. അതിന് ഈദ്ഗാഹിലേക്കായാലും പെരുന്നാൾ നമസ്കാരങ്ങളിലേക്കായാലും നമ്മൾ കയറി വരുമ്പോൾ അതൊരു ഇസ്ലാമികപരമായ ചിട്ടയിലൂടെ ആയിരിക്കണം എന്ന ഒരു അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്വഫുകൾ കൃത്യമായി പാലിച്ച് സ്വഫുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ അവർ നിൽക്കണം എന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ. ഇതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ പുരുഷന്മാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ. സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. വലിയൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ആണുങ്ങൾക്ക് ഒരു 500 പേർക്ക് വളരെ സ്വസ്ഥമായി സുഖമായി ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു സംവിധാനമൊക്കെ ഒരുക്കി ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വെച്ച് AC, നല്ല സൗണ്ട്, നല്ല ഫാൻ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചു. നല്ല കാർപ്പറ്റ് എല്ലാം റെഡിയാണ്. പക്ഷെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഇടുങ്ങിയ ഒരു റൂം, അവിടെ മെയിൻ പള്ളിയിൽ നിന്ന് മെയിൻ ഹാളിൽ നിന്ന് മാറ്റിയ ചില കാർപ്പറ്റുകൾ, പഴയ കാർപ്പറ്റുകൾ അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് മാറ്റിയ ഫാൻ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില പള്ളികളിൽ കാണാറുണ്ട്. ആ ഒരു സൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. നമ്മൾ ഈ സ്ത്രീ പള്ളി പ്രവേശനത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ സംസാരങ്ങൾ സംസാരിക്കുമെങ്കിലും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. കാരണം നമ്മൾ നമസ്കരിക്കാൻ നമ്മൾ വളരെ സൗകര്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അവർ ഒരു ഇടുങ്ങിയ അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആണുങ്ങളായിട്ടുള്ള മഹല്ല് ഭാരവാഹികളായിട്ടുള്ള കമ്മിറ്റിക്കാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ MSMകാരുടെ ഒരു സമ്മേളനം, സംസ്ഥാന സമ്മേളനം 25 മുതൽ 28 വരെ ഡിസംബർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. ജന്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ മക്കളുടെ ഒരു സമ്മേളനമാണ്. നമുക്കറിയാം, ഒരു പരിപാടി നടത്താനുള്ള ചെലവ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്താണ്. ഇതൊരു ദഅ്വാ പരിപാടിയാണ്. ഒരു ആൾക്കൂട്ടമോ അല്ലെങ്കിൽ വലിയ ഒരു ആൾക്കൂട്ടത്തെ കൂട്ടി ഒരു ഒച്ചപ്പാടോ ബഹളമൊന്നുമില്ല. മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വിവിധങ്ങളായ സെഷനുകൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ ആളുകൾ വരുന്നുണ്ട്, കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഉള്ള നമ്മുടെ മക്കളുടെ പരിപാടി സുഗമമായി നടത്തിക്കൊണ്ട് വലിയൊരു സാമ്പത്തിക ആവശ്യമുണ്ട്. നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ കളക്ഷൻ, ആ ഒരു സമ്മേളനത്തിലേക്കുള്ള കളക്ഷനാണ്. എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി അതിന് ആ ഒരു സംഭാവന നൽകി സഹകരിക്കണം. കാരണം നമ്മളെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ബാക്കിയായിട്ടുണ്ടാകുന്ന ഇത്തരം ചില കാര്യങ്ങളാണ്, വേറൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൂട്ടി വെച്ചതോ ഉണ്ടാക്കി വെച്ചതൊന്നും നമ്മുടെ കൺമുന്നിൽ ഒരു
പക്ഷേ നമുക്ക് വരണമെന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ജാരിയത്തായ സ്വതക്കകളായിരിക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് ഖബറിൽ നമുക്കുണ്ടാവുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പര്യാവസാനം നല്ലതാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ എല്ലാവരുടെ കബറുടെ വിശാലമാക്കുകയും അവരെ ഞങ്ങളെയും നാളെ നിന്ന് എല്ലാത്തിലും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമെന്നാണ്. അള്ളാഹുവെ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണ്. അള്ളാഹുവെ, സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമെന്നാണ്. അള്ളാഹുവെ, രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമെന്നാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമെന്നാണ്. ഇന്നലെ പാലക്കാട് വെച്ച ഒരു ആക്സിഡന്റിൽ MGMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള നാജിഹ എന്ന് പറയുന്ന ഒരു സഹോദരി ഇന്നലൊരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരിയുടെ ബർസഖി ജീവിതവും അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണമെന്നാണ്. മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നിർഭയത്വവും സമാധാനവും ചൊരിയണമെന്നാണ്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف النفوس صرف نفوسنا على ملتك ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.